സുപ്രഭാതം എഡിറ്റോറിയൽ 2026 ഓഗസ്റ്റ് 20 വ്യാഴം. പേടിയാകുന്നു, ഇതോ നവകേരളം. ആലപ്പുഴ ഹരിപ്പാട് കരുവാറ്റയിൽ 67-കാരനായ വയോധികൻ സ്വന്തം വീട്ടിൽ ക്രൂരമായി കൊല ചെയ്യപ്പെട്ട വാർത്ത സമൂഹ മനസാക്ഷിയെ അക്ഷരാർത്ഥത്തിൽ മരവിപ്പിക്കുന്നതാണ്. കൊലപാതക വിവരത്തെക്കാൾ ഞെട്ടിക്കുന്നത് അതിനു പിന്നിൽ പ്രവർത്തിച്ച ബുദ്ധിയും കൈകളുമാണ്. വെറും 13 വയസ്സുകാരിയായ കൊച്ചുമകൾ ആസൂത്രണം ചെയ്തതാണ് ഈ കൊടും പാതകം എന്നോർക്കുമ്പോൾ കൊല നടത്തിയതു കുട്ടിയുടെ 17-കാരൻ സുഹൃത്തും 2 കൂട്ടുകാരും ചേർന്നാണെന്നറിയുമ്പോൾ ക്രൂരദൃശ്യം വീഡിയോ കോളിലൂടെ പെൺകുട്ടി തത്സമയം കണ്ടു എന്ന് കേൾക്കുമ്പോൾ ഉൾക്കിടിലത്താൽ ഞെട്ടിവിറക്കുകയാണ് മനസ്സ്. കല്ലില്ലാത്ത ഓരോ മലയാളിയും. സമ്പൂർണ്ണ സാക്ഷര കേരളം, പ്രബുദ്ധ മലയാളി എന്നീ ക്ലീശകൾ അറബിക്കടലിൽ എറിയാൻ നേരമായെന്നതിൻ്റെ സൂചകം കൂടിയാണ് കരുവാറ്റയിലെ അരുംകൊല. എത്രമേൽ ഭയരഹിതമാണ്, എത്രമേൽ ദയാരഹിതമാണ് പുതുകേരളം കടന്നു പോകുന്ന വഴികൾ എന്നോർക്കുമ്പോൾ ഉടലാകെ മരവിപ്പ് പടരുകയാണ്. പെൺകുട്ടിക്ക് മൊബൈൽ ഫോണും സുഹൃത്തിന് ബൈക്കും വാങ്ങാനുള്ള പണത്തിനു വേണ്ടിയാണ് ഇത് ചെയ്തതെന്നും മുത്തച്ഛൻ കുട്ടിയോട് ദുരുദ്ദേശത്തോടെ പെരുമാറിയതിൻ്റെ പക കൊലയിലേക്ക് നയിച്ചെന്നുമാണ് പോലീസിന് ലഭിച്ച മൊഴി. കൗമാരക്കാരായ 4 കുട്ടികൾ ചേർന്ന് ഒരു മനുഷ്യജീവൻ അപഹരിക്കുകയും അത് തത്സമയം വീഡിയോ കോളിലൂടെ കണ്ട് ആസ്വദിക്കുകയും ചെയ്യണമെങ്കിൽ പുതുതലമുറയിൽ ചിലരുടെയെങ്കിലും മൂല്യബോധവും കരുണയും എവിടെ വറ്റി വരേണ്ടതെന്ന് ഗൗരവത്തോടെ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ആഡംബര ജീവിതത്തോടുള്ള അത്യാർത്തിയും പണമുണ്ടാക്കാൻ ഏതു ക്രൂരമാർഗവും സ്വീകരിക്കാമെന്ന മനോനിലയും ഇക്കാലത്ത് കുട്ടികളിൽ മുമ്പില്ലാത്ത വിധം പെരുകുന്നുവെന്ന് ഓരോ ദിവസത്തെയും മാധ്യമ വാർത്തകൾ സാക്ഷ്യം പറയുന്നു. കൊല്ലപ്പെട്ട വ്യക്തി തന്നോട് ദുരുദ്ദേശത്തോടെ പെരുമാറിയതിൻ്റെ പകയാണ് കൊലപാതകത്തിലേക്ക് നയിച്ചതെന്ന പെൺകുട്ടിയുടെ മൊഴി വിരൽ ചൂണ്ടുന്നത് ഗൗരവമേറിയ മറ്റൊരു സാമൂഹിക യാഥാർത്ഥ്യത്തിലേക്കാണ്. കുടുംബങ്ങളിൽ കുട്ടികൾ അനുഭവിക്കുന്ന അരക്ഷിതാവസ്ഥയും മാനസിക ശാരീരിക പീഡനങ്ങളും അവരെ കടുത്ത മാനസിക വിഭ്രാന്തിയിലേക്കും പ്രതികാര ചിന്തയിലേക്കും തള്ളിവിടുന്നുണ്ടോ എന്ന് പരിശോധിക്കപ്പെടണം. പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ നിയമത്തിൻ്റെയോ മുതിർന്നവരുടെയോ സഹായം തേടുന്നതിനു പകരം നിയമം കയ്യിലെടുക്കാനും ഉയരെടുക്കാനും കുട്ടികൾ തുനിയുന്നത് ഭയജനകമാണ്. കുറ്റവാളികളായ കുട്ടികളെ ജുവനൈൽ ജസ്റ്റിസ് ബോർഡിന് മുന്നിൽ ഹാജരാക്കി താൽക്കാലിക സംരക്ഷണ കേന്ദ്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. നിയമം അതിൻ്റെ വഴിക്കു നീങ്ങുകയും കുറ്റക്കാർക്ക് അർഹമായ ശിക്ഷ ലഭിക്കുകയും ചെയ്യുമെന്നതിൽ തർക്കമില്ല. എന്നാൽ ശിക്ഷാ നടപടികൾക്കപ്പുറം കുടുംബവും വിദ്യാലയങ്ങളും സമൂഹവും ഈ വിഷയത്തിൽ വൻതോതിൽ സ്വയം വിമർശനം നടത്തേണ്ടിയിരിക്കുന്നു. മാതാപിതാക്കളോടോ ബന്ധുജനങ്ങളോടോ അയൽപക്കക്കാരോടോ അടുപ്പമോ കരുതലോ കരുണയോ ഉത്തരവാദിത്വമോ ഇല്ലാതെയാണ് പുതുകാലത്തെ പല കുട്ടികളും വളരുന്നതെന്ന് പറയാതെ വയ്യ. മാതാപിതാക്കൾക്ക് കുട്ടികളുടെ മാറ്റങ്ങളെയും അവരുടെ സുഹൃത്ത് ബന്ധങ്ങളെയും നിരീക്ഷിക്കാൻ സമയമില്ല. അധ്യാപകർക്ക് കുട്ടികളുടെ മാനസിക സംഘർഷങ്ങൾ തിരിച്ചറിയാൻ കഴിയുന്നില്ല. ഈ ദുരന്തം ഒറ്റപ്പെട്ട സംഭവമെന്ന് വിധിയെഴുതാൻ കഴിയില്ല. കൗമാരക്കാരിലെ ക്രിമിനൽ ചിന്തകളെയും അക്രമവാസനകളെയും തുടക്കത്തിലെ നുള്ളിക്കളയാൻ ശാസ്ത്രീയ കൗൺസിലിങ്ങും മൂല്യാധിഷ്ഠിത വിദ്യാഭ്യാസവും അനിവാര്യമാണ്. ഒപ്പം കുടുംബങ്ങളിൽ കുട്ടികൾക്ക് സുരക്ഷിതവും സമാധാനപരവുമായ അന്തരീക്ഷം ഉറപ്പാക്കുകയും വേണം. ഹിംസാത്മക ദൃശ്യങ്ങളുടെ ശവഘോഷയാത്രകളാണ് അടുത്ത കാലത്തിറങ്ങുന്ന ഒട്ടുമിക്ക സിനിമകളുടെയും വെബ് സീരീസുകളുടെയും ഉള്ളടക്കം. ചോര ചീറ്റുന്ന സിനിമകൾ കരുവാറ്റയിലെ കുട്ടികളെയും ആവേശിച്ചതായാണ് ആലപ്പുഴ ജില്ലാ പോലീസ് മേധാവി വെളിപ്പെടുത്തിയത്. തമിഴ് ചലച്ചിത്രം സ്പൈഡർ മോഡൽ കൊലപാതകമാണ് കുട്ടികൾ ആദ്യം പ്ലാൻ ചെയ്തത്. ഇരയുടെ തലയിൽ കല്ലിട്ട് കൊലപ്പെടുത്തുന്നതാണ് സ്പൈഡറിലെ പ്രമേയം. ഈ പദ്ധതി പൊളിഞ്ഞതോടെയാണ് വീടിന്റെ വെന്റിലേഷൻ വഴി അകത്തു കടന്ന് വയോധികനെ അതിക്രൂരമായി മർദ്ദിച്ചും ശ്വാസം മുട്ടിച്ചും കൊലപ്പെടുത്തിയതെന്ന് പോലീസ് പറയുന്നു. തലക്കേറ്റ ശക്തമായ അടിയും മരണകാരണമായെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലുണ്ട്. സ്ക്രീനുകളിൽ രക്തം കുത്തിയൊലിക്കുമ്പോൾ ജീവന്റെ വിലയെന്തെന്ന് തിരിച്ചറിയാനുള്ള വിവേകമാണ് പുതുതലമുറയ്ക്ക് അന്യമാകുന്നത്.
ഈ അടുത്തിറങ്ങിയ നിരവധി സിനിമകളിൽ ഹിംസയെ അത്രമേൽ മഹത്വവൽക്കരിക്കുകയോ സാമാന്യവൽക്കരിക്കുകയോ ആണ്. നവസിനിമകളിൽ പലതും അപക്വമതികളായ കുട്ടികളെ അക്രമോത്സുകരാക്കുന്നതും കാണാതിരിക്കാൻ വയ്യ. തുടക്കം മുതൽ ഒടുക്കം വരെ മദ്യപിക്കുകയും പുകവലിക്കുകയും ചെയ്യുന്ന യുവനായകർ തങ്ങളുടെ ആരാധകരെ സ്വാധീനിക്കില്ലെന്ന് എത്ര ചലച്ചിത്ര പ്രതിഭകൾക്ക് നെഞ്ചിൽ കൈവച്ച് പറയാൻ കഴിയും. കരുവാറ്റയിലെ ചോരക്കര നമ്മുടെ നാടിൻ്റെ കണ്ണു തുറപ്പിക്കേണ്ട ഒന്നാണ്. ഇത്തരം ക്രൗര്യങ്ങളെ തിരിച്ചറിഞ്ഞു തിരുത്തിയിട്ടില്ലെങ്കിൽ വിലകെട്ട മലയാളി എന്ന വിളിപ്പേരിലേക്ക് നമ്മൾ ഓരോരുത്തരും ചുരുങ്ങുമെന്നുറപ്പ്. Waytonikah.com, the exclusive Muslim matrimonial site.